ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നിങ്ങൾക്കറിയാം കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചായിരുന്നു. ഇന്നാണ് ചെക്കപ്പിൻ്റെ ദിവസം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതിനുള്ള പുറപ്പാടാണ്. അപ്പോൾ രാവിലെ ശരിക്കും പറഞ്ഞാൽ ഫാസ്റ്റിങ്ങിൽ ഷുഗർ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഞാൻ എണീക്കാൻ ലേറ്റായി. അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ടാക്കുന്ന സമയത്താവും ഞങ്ങൾ പോവുക. 10:30ക്കാണ് അവിടെ അപ്പോയിൻമെൻറ്റ് പറഞ്ഞേക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേക്കും ശരിക്കും വിശക്കും, അല്ലെങ്കിൽ തലച്ചിറ്റ എനിക്ക് എപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാസ്റ്റിങ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ ഡോൺ എന്നെ വഴക്ക് പറയാം, എന്തിനാ അത് കഴിഞ്ഞിട്ട് പോയാൽ പോരേന്ന് ചോദിച്ചിട്ട്. പക്ഷേ എനിക്ക് എന്തോ ഞാൻ പറഞ്ഞില്ല, എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ കിച്ചണിൽ വന്ന് നമ്മുടെ ചാക്കോച്ചനെ കാണാം കേട്ടോ. ചാക്കോച്ചനെ കാണുമ്പോൾ അവൻ എന്നെ കാണുമ്പോൾ ഇപ്പോൾ ഉള്ളതാണ്, ഇങ്ങനെ കൈകൊട്ടി ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ കുട്ടികൾ തന്നെ കാര്യങ്ങളൊക്കെ നോക്കി. ഇന്ന് രാവിലെ ബ്രെഡും ബർഗർ മറ്റേ പാറ്റിയും ഇതും വറുത്തിട്ട് ബണ്ണുണ്ടായിരുന്നു, ഞാൻ നെസ്റ്റോയിൽ നിന്ന് കൊണ്ടുവന്ന ബണ്ണുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അവരവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കഴിച്ച്. ഹെവി ആയിരുന്നില്ല, വളരെ ലൈറ്റായിട്ടായിരുന്നു. അപ്പോൾ തോമുനിയും കൊണ്ട് ഡോൺ ഓൾറെഡി പോയിട്ടോ പ്ലേ സ്കൂളിലേക്ക്. പാച്ചുവിനെ ഇന്ന് വിട്ടില്ല. അപ്പോൾ കാരണം നമ്മൾ എത്ര സമയം അവിടെ ഉണ്ടാവും എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ അവനെയും ഒന്ന് ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഒരു 10 ആയപ്പോഴേക്കും ഇറങ്ങി നേരെ പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ദയലിക്കാണ് പിന്നെ പോയത്. പിന്നെ വേറെ എവിടെയും നിർത്തിയില്ല കേട്ടോ. അപ്പോൾ അപ്പാപ്പനെയും മോനെയും പാർക്കിങ്ങിൽ നിർത്തിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ലോഞ്ചിലേക്ക് വന്നു. നിർത്തിയിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്ത് അവരവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് അങ്ങനെ വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഡിമ്പിളിനും അങ്ങനെ പറ്റിയിട്ടില്ല. പക്ഷേ ഡിമ്പിൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഉപയോഗപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും അത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നാളെയോ മറ്റന്നാളോ ചിലപ്പോൾ 2 ദിവസത്തിനുള്ളിൽ അത് ഇടുമായിരിക്കും. അപ്പോൾ ഞങ്ങളവിടെ ലോഞ്ചിൽ കയറിയപ്പോൾ അവിടുത്തെ തന്നെ ഡോക്ടേഴ്സും ആൾക്കാരും വരച്ച പിക്ചേഴ്സ് ഇങ്ങനെ ഫോട്ടോസ് ഇങ്ങനെ എക്സിബിഷൻ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിതിങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ഇതുകൊണ്ട് മറ്റേ വയനാടിനുള്ള ഫണ്ടിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ ഇരിക്കുമ്പോഴാണ് കണ്ടമാനം പേര് വരികയും വാങ്ങിക്കുകയും പോവുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. അങ്ങനത്തെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഡിമ്പിളുടെ വീഡിയോയിലുണ്ടാവും. കാരണം ഞാൻ ഈ സമയത്തൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ ചെക്കപ്പിന് ഓരോ വശത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ ഡിമ്പിൾ വിശദമായിട്ട് പറഞ്ഞു തരും. കാരണം എല്ലാവരും ചെയ്തിരിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് ഒരു 5 മണി വരെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. 5-5:15 ആയിട്ടുണ്ട് അവിടെ നിന്ന് മടങ്ങുമ്പോൾ. അപ്പോൾ പാച്ചുവിനെ സംബന്ധിച്ച് പാച്ചു ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല, നല്ല മിടുക്കനായിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ അവനെയും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ഫുഡ് കഴിക്കണില്ല എന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷേ എന്താ പറയുക, ഡോക്ടർ പറയണത് അവർക്ക് അവനാവശ്യമുണ്ടെങ്കിൽ കഴിച്ചോളും, അല്ലാണ്ട് പറഞ്ഞ് മനസ്സിലാക്കി മരുന്ന് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എത്രത്തോളം പറ്റുന്നറിയില്ല. പക്ഷേ ഇന്നവൻ മിടുക്കനായിട്ട് മരുന്ന് കഴിച്ചു കേട്ടോ. കാരണം മരുന്ന് കഴിച്ചാൽ അവന് ഒരു ഉഷാറ് കിട്ടുള്ളൂ. കാരണം എനിക്കും അവനുമാണ് പനി മാറാത്തത്, വേറെ എല്ലാവരുടെയും പനി ഇതൊക്കെ മാറി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങിലേക്ക് എല്ലാം കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് പാർക്കിങ്ങിലേക്ക് വന്നപ്പോൾ ഇവിടെയാണ് കേട്ടോ ഫുൾ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നത്. ഇന്നാൾ കഴിഞ്ഞ പ്രാവശ്യം വെള്ളത്തിലായി എന്ന് പറഞ്ഞല്ലോ, അതിവിടെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ എന്താ പറയുക, ഇവിടുത്തെ ഫുൾ വിശേഷങ്ങൾ പേടിച്ച പോലെ ഒന്നും അങ്ങനെ ഉണ്ടായില്ല, എങ്കിലും കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊന്നും അങ്ങനെ കാര്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ ഡിമ്പിൾ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. കാരണം ഞാനത് പറയുമ്പോൾ ഒക്കെ തെറ്റും. കാരണം കുറേ സ്ഥലത്താണല്ലോ നമ്മൾ പോവുക. മറ്റേ എന്താ പറയുക, ചെക്കപ്പിന് ഓരോ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ അത് അവരുടേതായ കാര്യങ്ങൾ പറഞ്ഞാലല്ലേ നിങ്ങൾക്കും അത് നാളെ ഉപകാരപ്പെടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഡിമ്പിൾ സമാധാനത്തിൽ പറഞ്ഞു തരും കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ VKRലേക്കാണ് വന്നത്. അപ്പോൾ അവിടെ മെഡിക്കൽ ഷോപ്പിലേക്ക് മോർണിംഗ് കൊണ്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ VKR സ്ഥിരം വാങ്ങിക്കണതല്ലേ. അങ്ങനെ നേരെ VKR വന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഹൈവേ കൂടെ നമ്മുടെ ഡോണിൻ്റെ ഹബിൻ്റെ വഴിയാണ് വന്നത്. കാരണം അവനോട് വിവരം പറയാമെന്ന് വെച്ചിട്ടൊക്കെയാണ് വന്നത്. പക്ഷേ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വാസന്തി വന്നായിരുന്നു VKRലേക്ക്. ഞങ്ങൾ നിൽക്കുമ്പോൾ വാസന്തി അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് കണ്ടിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞ് വന്നപ്പോൾ നമ്മളെ കെസ് ബേബിയുടെ അടുത്തേക്ക് പോയി. ഞാൻ സാധാരണ ഇങ്ങനെ ചെക്കപ്പിൻ്റെ ദിവസം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഉള്ളിലൊരു ഭയമൊക്കെ ഉള്ള ദിവസം ഞാൻ കെസ്സിൻ്റെ അടുത്ത് പിന്നെ അമ്മച്ചീരുടെ അടുത്ത് ചേച്ചിയുടെ അടുത്ത് അമ്മയുടെ അടുത്ത് ഒക്കെ പോയിട്ടൊക്കെയാണ് പോവുക കേട്ടോ.
പക്ഷേ ഇന്ന് കാലത്ത് അതിനൊന്നും എനിക്ക് നേരം കിട്ടിയില്ല. അപ്പോൾ ഞാൻ പോകുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു വരുമ്പോൾ ഇവരുടെ എവിടേക്കൊക്കെ കയറണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മറ്റിടത്തേക്കൊന്നും പോകാൻ പറ്റിയില്ല. കെസ് ബേബിയുടെ അടുത്ത് മാത്രമാണ്, നമ്മൾ കെസ്റ്ററിൻ്റെ അടുത്ത് മാത്രമാണ് ഞങ്ങൾ മടക്കുക. കാരണം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ പറയും 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ സിംതേരികളിലൊന്നും കയറാൻ പാടില്ല, പ്രത്യേകിച്ച് കുട്ടികളെയും കൊണ്ട് കയറാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ വേഗം അവിടെ മാത്രം കയറിയുള്ളൂ കേട്ടോ, നമ്മുടെ ബേബിയുടെ അടുത്ത് മാത്രം. ഞാൻ കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു 10-12 ദിവസമായിട്ടുണ്ട് ഞാൻ മോൻ്റെ അടുത്ത് വന്നിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കഴിഞ്ഞ് അവൻ്റെ അടുത്ത് വന്നിട്ട് മടങ്ങിപ്പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുർബാന കഴിഞ്ഞ സമയമാണ് കേട്ടോ ഞങ്ങൾ കയറിയ സമയം. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ അവിടെ ഒരു കുരിശുപള്ളിയിൽ അവിടെ മിൻസിലേക്ക് പോയപ്പോൾ മിൻ ചേച്ചി പറഞ്ഞു അത്ര അവിടെ ഒരു കൃഷ്ണ ബേക്കറി ഉണ്ട്, അവിടെ നല്ല പപ്സ് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടേക്ക് പോയി. പക്ഷേ അവിടെ വഴി കുറച്ച് ദുർഘടം പിടിച്ച വഴിയായിരുന്നു. അപ്പോൾ വണ്ടി ഡാഡിക്ക് വിചാരിച്ച പോലെ അങ്ങോട്ട് തിരിക്കാനും വരാനൊന്നും പറ്റിയില്ല കേട്ടോ. എന്നാലും അവിടെ ചെന്ന നിലയ്ക്ക് ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ വൈകിട്ട് ചെല്ലുമ്പോൾ ഡിവൈനും കുട്ടികളെല്ലാം ഉണ്ടാവുക. അപ്പോൾ സ്നാക്സും കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ചെന്നിട്ട് ആ നേരത്തൊന്നും ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ചെന്നത്. പക്ഷേ അവിടെ എല്ലാതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്താകുമ്പോഴേക്കും ഹോൾസെയിൽ കടയാണ്, അവിടെ നിന്നാണ് ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൊണ്ടുപോകാത്രേ. അപ്പോൾ അങ്ങനെ അത് അവിടെ നിന്ന് തൽക്കാലം ഒരു 4 പീസ് കേക്ക് മാത്രം വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയിട്ടോ. അപ്പോൾ പള്ളിയുടെ മുമ്പിൽ കൂടെ തന്നെയാണ് മടങ്ങിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പോൾ വിശേഷങ്ങളൊക്കെ ഓരോരുത്തർ ഫോൺ വഴി ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായി ഏതായി എന്നുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഓക്കെ ആയി വരണുള്ളൂ. അപ്പോൾ മരുന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിന്യൂ ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറേ സംഭവങ്ങൾ പറയാനുണ്ട്, അത് മുഴുവൻ എന്താ പറയുക ഡിംപിളിൻ്റെ വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എനിക്കൊന്നും കാര്യമായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തി കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം എന്ന വഴിക്ക് ഒരു വലിയ കുളി പാസ്സാക്കി. കാരണം മേലൊക്കെ എന്താ പറയുക ചൂടും പിന്നെ ഈ എന്താ പറയുക സ്കാനിങ്ങിൻ്റെ ഇതിൻ്റെയൊക്കെ ജെല്ലും ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. അങ്ങനെ ഞാൻ വേഗം നല്ല ചൂടുവെള്ളത്തിലങ്ങോട്ട് കുളിച്ച് വന്നു കഴിഞ്ഞിട്ട് ഇതാ ചൂട്ടോടെ കഞ്ഞി കുടിച്ചു. ശരിക്ക് കഞ്ഞി പാടില്ല, രാത്രി ഭക്ഷണം പാടില്ല, എൻ്റെ ഭക്ഷണക്രമവും കാര്യങ്ങളൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാനതാ പറഞ്ഞത്, ഞാൻ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഇത്തിരി ലെങ്ത്ത് ഉണ്ടായാലല്ലേ എനിക്ക് നിങ്ങളോട് കാര്യങ്ങൾ വിശദമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇത് ഒട്ടും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചുരുക്കി ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ മെഡിസിൻസൊക്കെ എടുത്തു, നേരത്തോടെ കിടക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇനി എല്ലാ ദിവസവും. അപ്പോൾ അതനുസരിച്ച് ഞാൻ നേരത്തോടെ കിടക്കുകയാണ്. എൻ്റെ നേരത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ 11:30 മണിയാണ്. നാളെ തൊട്ട് കുറച്ചും കൂടി മുന്നിൽ. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോയ വിശേഷവും അവിടുത്തെ മെഡിസിൻ്റെ വിശേഷവും കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ കുറേ ലേറ്റായി. പിന്നെ ഡോൺ വന്നതിന് ശേഷം ഡോണിൻ്റെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലേറ്റായി. ഇപ്പോൾ ലേറ്റായി എന്ന് പറഞ്ഞാൽ 11 മണി കഴിഞ്ഞിട്ടുള്ളൂ, 11:15 ആയിട്ടുള്ളൂ തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോഴും എനിക്ക് തൊണ്ടയിലൊരു പിടുത്തമുണ്ട്. അപ്പോൾ അതൊക്കെ 2-3 ദിവസം കൂടി കഴിയുമ്പോൾ അതങ്ങോട്ട് മാറും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ച് വലിയ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ കായക്കൊല ഓരോ വശത്തുനിന്ന് പഴുത്തു. പക്ഷേ അത് രാവിലെ നോക്കുമ്പോൾ പഴമൊക്കെ ഇവിടെ എലിയാണാവോ കിളിയാണാവോ വന്ന് തിന്നിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിച്ചൺ കണ്ടറിയാം, ഇപ്പോഴും ഞാൻ ഒന്നും ഒതുക്കിയിട്ടില്ല. ഒക്കെ ഞായറാഴ്ച കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള സാധനങ്ങൾ കുറേയൊക്കെ പൊട്ടിച്ചിട്ടെങ്കിലും ബാക്കിയൊന്നും ഇടാൻ പറ്റിയിട്ടില്ല, നേരം കിട്ടിയിട്ടില്ല. നിങ്ങൾക്കറിയാം ഓരോ ദിവസവും ഓരോ യാത്രയായിരുന്നു. അപ്പോൾ ഈ നാളെ തൊട്ട് എനിക്ക് തോന്നുന്നു ദൈവം സഹായിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഉഷാറായിട്ട് നാളെ എണീറ്റ് പണ്ടത്തേക്കാൾ എന്താ പറയുക മിടുക്കായിട്ട് എല്ലാം ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹം. കണ്ടില്ലേ ഇവിടെയൊക്കെ ഓരോ വശത്ത് ഓരോന്നിരിക്കുക. ഒതുക്കൽ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണേ. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ എനിക്ക് ചുമ വരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം നിർത്തുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്താ പറയുക വിശേഷങ്ങളും വിശദമായി ഡിംപിൾ പറയും. അപ്പോൾ ഡിംപിളിന് അത് പറയാൻ പറ്റുള്ളൂ. ഞാനിങ്ങനെ ഓടി പോണതിൻ്റെ ഇടയിൽ എനിക്ക് ഏതാണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ വിചാരിച്ച അത്ര പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ഇത്തിരി പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് നാളെ കാണാം.